Joan Garcia to FC Barcelona. Here we go. സോ ആക്ച്വലി ഹിയർ വി ഗോ കൺഫേം ആയിട്ടില്ല, പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഇത് ആദ്യം തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡീൽ ഈസ് ഡൺ. നമ്മൾ പ്ലെയറിനെ ലോക്ക് ചെയ്തു, എല്ലാം എഗ്രിമെൻറ്റ്സ് എല്ലാം കൺഫേം ആണ്. നെക്സ്റ്റ് വീക്ക് റിലീസ് ക്ലോസ് മാത്രം പേ ചെയ്താൽ മതി. 25 million നെക്സ്റ്റ് വീക്ക് റിലീസ് ക്ലോസ് പേ ചെയ്യും. സോ ഇത് വളരെ നല്ലൊരു സൈനിങ്ങാണ്, വളരെ എക്സൈറ്റിംഗ് ആയ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അത് ആക്ച്വലി 2-3 സീസണിന് ശേഷം വന്ന ഒരു വളരെ എക്സൈറ്റിംഗ് ആയ ഒരു സൈനിങ് ആണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് എക്സൈറ്റിംഗ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് കുറേ സീസണുകൾ, അതൊരു ലാസ്റ്റ് ഒരു 5 സീസണായിട്ടെങ്കിലും നമുക്കൊരു പ്രോപ്പർ ഗുഡ് ഗോൾ കീപ്പർ ഇല്ല, ഒരു എലീറ്റ് ഗോൾ കീപ്പർ നമുക്ക് വേണ്ടി കളിക്കുന്നില്ല. അപ്പോൾ ഒരു എലീറ്റ് ഗോൾ കീപ്പർ കളിച്ചാൽ എങ്ങനെയാണ് ബിഗ് മാച്ചസ്, പ്രത്യേകിച്ച് നോക്കൗട്ട് മാച്ചസ് ജയിക്കാൻ പറ്റുക എന്ന് നമ്മൾ പല ടീമുകളിൽ നിന്നും പഠിച്ചതാണ്. റിയൽ മാഡ്രിഡ്, ലിവർപൂൾ, ഇപ്പോൾ ഇതേ PSG, ഇങ്ങനെ പലരും ഒരു എലീറ്റ് ഗോൾ കീപ്പറിനെ വെച്ച് അവർ ക്രൂഷ്യൽ മൊമെൻറ്റിൽ എങ്ങനെയാണ് ഗെയിം വിൻ ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിത് പല സ്ഥലത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ നൈൻസിൽ നമ്മൾ ലാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്ലബ്ബ് മനസ്സിലാക്കിയിട്ടില്ല. കുറേ നാൾ ടെർ സ്റ്റെഗനെ താങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ടെർ സ്റ്റെഗൻ വാസ് ഗുഡ്, ഹി വാസ് എ ഗുഡ് ഗോൾ കീപ്പർ. അതായത് 2015 ടോപ്പ് ഗോൾ കീപ്പറായിരുന്നു. 16 അടിപൊളിയായിരുന്നു. 17 ഹി വാസ് ദ സെക്കൻഡ് ബെസ്റ്റ് പ്ലെയർ ഇൻ ബാഴ്സലോണ എൻ്റെ ഒപ്പീനിയനിൽ. നെയ്മർ പോയ ശേഷം പിന്നെ വന്നുള്ള സീസണിൽ നമ്മളെ മെസ്സി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിൽ ഏറ്റവും അടിപൊളി പ്ലെയർ പുള്ളിയായിരുന്നു. പക്ഷെ പുള്ളി അതിന് ശേഷം വീക്കായി. അതിൻ്റെ സ്റ്റിൻറ്റ് പുള്ളിക്ക് വളരെ മോശമായി. പുള്ളി മണ്ടത്തരം കാണിക്കുന്നു. പുള്ളിക്ക് ഏരിയൽ ഡ്യൂവിൽ വിൻ ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് ഏരിയൽ ഡ്യൂ ഏറ്റവും മോശം അതായിരുന്നു, ഏരിയൽ ഡ്യൂവിൽ വിൻ ചെയ്യാനുള്ള. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്റ്റാച്യു മൂഡ്, പ്രത്യേകിച്ച് ബോൾസ് ഇല്ലാത്ത ഒരു ധൈര്യം, ഒരു ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനമില്ല, ആ സാധനം ഇല്ലാത്തൊരു ഗോൾ കീപ്പർ. അങ്ങനെ ഒരു സ്റ്റിൻറ്റിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, വേറെ കുറേ ബാഡ് ന്യൂസ് നമ്മൾ കേൾക്കുകയും ചെയ്തു. അതിന് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അതായത് പുള്ളി ഡ്രസ്സിങ് റൂമിലെ കുറേ കാര്യം ലീക്ക് ചെയ്യുന്നുണ്ട്. ഡ്രസ്സിങ് റൂം ന്യൂസ്, ടീം ന്യൂസ് ഒക്കെ ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് കുറേ പേര് പറയുന്നുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായതാണ്. ടെർ സ്റ്റെഗൻ ഹേറ്റേഴ്സ് ആണ് കുറേ പറഞ്ഞതാണ്, നമുക്കറിയില്ല കറക്റ്റ്. എന്നാലും അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് അതും ബെസ്റ്റ് ഗോൾ കീപ്പർ റൈറ്റ് നൗ ഇൻ യൂറോപ്പ്. ഞാൻ ഒരുപാട് ഹൈപ്പ് ചെയ്യുന്നില്ല പ്ലെയറിന്, നമ്മൾ ഒരുപാട് ഹൈപ്പ് ചെയ്യേണ്ടത് ഓൾവേസ് ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്നാണ് നമ്മളെപ്പോഴും ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ കാണേണ്ടത്. കാരണം ഓരോ പ്ലെയർ ഓരോ ക്ലബിലേക്ക് വരുമ്പോഴും വേറെ രീതിയിലായിരിക്കും കളിക്കുന്നത്. പക്ഷേ എനിക്കിത് അറ്റ്ലീസ്റ്റ് ഇതൊരു അപ്ഡേറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളി എലീറ്റ് ആവുമോ എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കാം, പക്ഷേ എലീറ്റ് ആവാനുള്ള എല്ലാ രീതിയിലുള്ള കഴിവും കയ്യിലുണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ സാഗ പിന്നീട് സംസാരിക്കാം. ആദ്യം പുള്ളി എന്തോരം അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞല്ലോ പുള്ളി എന്തോരം അടിപൊളിയാണ്. ലെറ്റ്സ് സീ. സോ മൂവിങ് ഓൺ. ഇനി ജോൺ ഗാർസിയ എന്തുകൊണ്ട് ഹീസ് ദ ബെസ്റ്റ് ഇൻ യൂറോപ്പ് റൈറ്റ് നൗ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഗോൾ കീപ്പർ ആണെന്ന് ഞാൻ പറയാൻ കാരണം അതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ നിരത്തുന്നത്. ഫസ്റ്റ് തന്നെ ടോപ്പ് 7 ലീഗിൽ ഏറ്റവും കൂടുതൽ സേവ് നടത്തിയത്, അതിൽ സെക്കൻഡ് ജോൺ ഗാർസിയാണ്. ജോൺ ഗാർസിയാണ് എസ്പാനിയോളിന് വേണ്ടി. അപ്പോൾ പക്ഷേ സേവ്സ് മാത്രം നമ്മൾ കണക്കാക്കി പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് സേവ്സ് മാത്രമല്ല ഒരു ഗോൾ കീപ്പർ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും അട്രാക്റ്റഡ് ആയി കഴിഞ്ഞ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, യൂറോപ്പിലെ ടോപ്പ് 7 ലീഗ്സിലെ മോസ്റ്റ് ഏരിയൽ ഡ്യൂവൽ വിൻ ചെയ്ത ആളും ജോൺ ഗാർസിയാണ്. 28 ഏരിയൽ ഡ്യൂവൽസ് ആണ് വിൻ ചെയ്തത്. സെക്കൻഡ് ഇക്കണാൾ 26, ഫസ്റ്റ് ഇക്കണാൾ ജോൺ ഗാർസിയ 28 ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്തു. അതാണ് നമുക്ക് ശരിക്കും വേണ്ടിയത്. ഒരു ക്രോസ് വരുമ്പോൾ ഗോൾ കീപ്പർ ആ ബോക്സ് ഓൺ ചെയ്യണം, അതാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ അത് പിന്നെ ഈ സേവ്സ് രണ്ടും ഉണ്ട്. ഇനി ഞാൻ എന്തുകൊണ്ട് ഇത് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു എന്നല്ലേ, അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെർ സ്റ്റെഗനായിട്ട് കമ്പയർ ചെയ്യാം. ടെർ സ്റ്റെഗനായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ആളുടെ ഇത് നോക്ക്, ക്ലിയർ ആണ്, റെഡിൽ കാണിക്കുന്ന ടെർ സ്റ്റെഗനാണ്. ടെർ സ്റ്റെഗൻ്റെ ഏതാണ്, ടെർ സ്റ്റെഗന് ലോങ് ഷോട്ടിൻ്റെ ഇത് മാത്രമാണ് ടെർ സ്റ്റെഗൻ കൂടിയിരിക്കുള്ളൂ. ബാക്കി ഒരു രീതിയിലും ജോൺ ഗാർസിയനെ ഡോമിനേറ്റ് ചെയ്യുന്നില്ല ടെർ സ്റ്റെഗൻ്റെ ഇത് കണ്ടാൽ തന്നെ കോമഡി. ഒരു ടോപ്പ് ലീഗ് കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ ആണോ എന്നുള്ളതാണ്. ജോൺ ഗാർസിയ ആകെ വീക്ക് ചെയ്യുന്നതിൽ പാസസിലാണ്. പക്ഷെ അത് നമ്മൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പാസസ് പുള്ളി എസ്പാനിയോൾ പോലത്തെ ഒരു ടീമിൽ, അത്രയും വേസ്റ്റ് ടീമിൽ കളിക്കുമ്പോൾ ഒബ്വിയസ്ലി അവർ ബിൽഡ് ചെയ്തൊന്നുമല്ല കളിക്കുന്നത്, അവർ ലോങ് ഷോട്ട് അടിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എസ്പാനിയോൾ ടീമിനെ ജോൺ ഗാർസിയ അല്ലെങ്കിൽ റെലിഗേറ്റ് ആയി പോരുന്ന ടീമായിരിക്കും. അവിടെ നിന്ന് റെലിഗേഷനിൽ നിന്ന് കയറ്റി വെച്ച ഒരു പ്ലെയറും കൂടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആളെയാണ് വേണ്ടത്. പിന്നെ ടെർ സ്റ്റെഗനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തായാലും നമുക്കൊരു അപ്ഗ്രേഡാണ്. ഇത് ഈ മാപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒനാനയൊക്കെ ആയിട്ട്, ഒനാന സാവിച്ച് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ജോൺ ഗാർസിയ ഇസ് ക്ലിയർ ബെറ്റർ. എല്ലാവരുമായിട്ട് നോക്കുമ്പോഴത്തേക്കും കണ്ടു, ഇതിൽ ഓറഞ്ച് കാണുന്നതാണ് ജോൺ ഗാർസിയ.
ഇതിൽ വീണ്ടും പാസിൽ മാത്രമാണ് പുള്ളി ഇത് ചെയ്യുന്നുള്ളൂ. പക്ഷെ പാസ് പ്രശ്നമാക്കണ്ട, എസ്പെയിനോളിന് വേണ്ടി കളിക്കുന്നതുകൊണ്ട് മാത്രമാണ് പാസ് അത്രയും കുറയണത്. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യണല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിൽഡ് ചെയ്യില്ല, ഒരു ലോങ് ഷോട്ട് എടുത്ത് കളിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഗോൾ കീപ്പറിന് പാസ് ഉണ്ടാവില്ല ഒബ്വിയസ്ലി. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഓൺ പേപ്പർ ആൻഡ് ഓൺ ഐസ് ഹീസ് ഗുഡ് മാൻ, ഹീസ് ഗുഡ്. പിന്നെ ലാസ്റ്റ് സീസൺ പുള്ളിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിലും സേവ് പെർസെൻറ്റേജ് 74 സേവ് പെർസെൻറ്റേജും 7.17 ആവറേജ് റേറ്റിംഗ്. ബീങ് എ ഗോൾ കീപ്പർ ഫോർ എസ്പാനിയോൾ അത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു കഴിവ് തന്നെയാണ്. അത്യാവശ്യം കളിയുണ്ട്, അത് കഴിവ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഓവർ ഹൈപ്പ് ചെയ്യുന്നില്ല. ഇപ്പോൾ പുള്ളി വന്ന് കസീസ് ആവും അല്ലെങ്കിൽ അങ്ങനെ ടോപ്പ് ടയറിലേക്ക് ഞാൻ ഇതില്ല. പക്ഷെ എന്തായാലും നമുക്ക് അപ്ഗ്രേഡാണ്, ഉറപ്പാണ്, ഇതൊരു അപ്ഗ്രേഡ് തന്നെയാണ്, അതിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ന്യൂസ് വന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് ബാർസ ക്യാമ്പ് എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഈ ആളാണെങ്കിലും ആളുടെ മദർ ബാർസലോണ ഫാനാണെന്നാണ് പറഞ്ഞത്. അതായത് എസ്പാനിയോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ബാർസലോണയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാത്രം വ്യത്യാസമുണ്ട്, തൊട്ടടുത്തുള്ള സിറ്റിയാണ്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള സിറ്റി അവരുടെ റിയൽ മാഡ്രിഡിനേക്കാളും വലിയ റിവൽറി ഉള്ളതാണ് എസ്പാനിയോൾ വേഴ്സസ് ബാർസലോണ. അപ്പോൾ ആ ഒരു റിവൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാവും, ഭയങ്കരമായിട്ട് വരില്ല എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ പുള്ളിയുടെ മദറും ബാർസലോണ ഫാനാണ്. പിന്നെ പുള്ളിയും ബാർസലോണ ഫാനാന്ന് പറഞ്ഞിപ്പോൾ കുറച്ച് ന്യൂസ് വരുന്നുണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല എസ്പാനിയോളിൽ നിന്ന് പുള്ളിക്ക് എന്തുകൊണ്ടും അപ്ഗ്രേഡാണ്. കാരണം ഇപ്പോൾ ബാർസയിൽ പുള്ളി 2 സീസൺ ഒരു സീസൺ അടിപൊളിയായിട്ട് കളിച്ചാൽ പുള്ളിക്ക് മോസ്റ്റ്ലി പുള്ളിക്ക് അടുത്ത സീസൺ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പുള്ളിക്ക് അപ്ഗ്രേഡാണ്. പുള്ളി ഹീ ലൈക്സ് ബാർസലോണ. പിന്നെ പുള്ളിക്ക് അറിയാവുന്ന എല്ലാ പ്ലെയേഴ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ദിസ് ഈസ് ഗുഡ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സിലി നമ്മൾ ചെയ്യുന്നു. പിന്നെ അടുത്തത് ട്രാൻസ്ഫർ സാഗ. ഈ ട്രാൻസ്ഫർ സാഗയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ മൂവിങ് ഓൺ ടു ദ ട്രാൻസ്ഫർ സാഗ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ന്യൂസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് 25 മില്യൺ പേ ചെയ്യുക, അത് നെക്സ്റ്റ് വീക്കിലേക്ക് പേ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടോ. എല്ലാ ഡീലും ഓക്കെയാണ്. ഇപ്പോൾ വിക്ടർ നാവൽ റിപ്പോർട്ട് ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ ലപ്പോട്ടയൊക്കെ ഭയങ്കര ത്രില്ലാണ്, ജോൺ ഗാർസിയയുടെ വരവിൽ ഭയങ്കര ത്രില്ലായിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ പറയാനാണെങ്കിൽ ഫെർണാണ്ടോ പോളോ, സ്പെയിനിലുള്ള വലിയ ബാർസലോണയിലുള്ള ജേർണലിസ്റ്റാണ്. പുള്ളി പറഞ്ഞേക്കാണ് റോമിലും ലിസ്ബണിലും ലിവർപൂളിലും ഒന്നും ടെർ സ്റ്റെഗൻ സ്റ്റേ ചെയ്ത് ഞാൻ കണ്ടില്ല, അത് ഞങ്ങൾ കണ്ടില്ല, ഇതുകൊണ്ടാണ് ഞങ്ങൾ കുറെ കാലമായി പറഞ്ഞ കാട് മാറ്റി തരണത്. അപ്പോഴത്തേക്കും എന്തായാലും ഇപ്പോഴെങ്കിലും മാറിയല്ലോ, ഇറ്റ് വിൽ ബി ആൻ അപ്ഗ്രേഡ്, അത്ര നമ്മൾ പറഞ്ഞാൽ മതി. അതല്ലാണ്ട് ഒരുപാട് ഹൈപ്പ് ചെയ്യണ്ട. പക്ഷെ ടെർ സ്റ്റെഗനിലും വലിയൊരു ഇതായിരിക്കും, പേടിക്കണ്ട. ഇപ്പോൾ പിന്നെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള അച്റഫ് ബെന്നിയാട്ട്, പുള്ളിയും കൺഫേം ചെയ്തിട്ടുണ്ട് ബാർസലോണ ഈസ് വെരി ഹാപ്പി, ക്യാമ്പ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് ലാസ്റ്റ് ജോൺ ഗാർസിയനെ അങ്ങോട്ട് വിളിച്ചു എന്ന് പറഞ്ഞത്. കാരണം ഹാൻസി ഫ്ലിക്ക് ആയിരുന്നു ആദ്യം ലപ്പോട്ടയ്ക്ക് ഈ ഒരു ജോൺ ഗാർസിയൻ്റെ പേര് പറഞ്ഞ് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു. എന്തായാലും ഹാൻസി ഫ്ലിക്ക് ലാസ്റ്റ് ജോൺ ഗാർസിയനെ വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് വിളിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഗാർസിയയ്ക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാണും. പുള്ളി ബാർസയെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അതായിരുന്നു ഒരു ഡൗട്ടുള്ളത്, പുള്ളിക്ക് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവാൻ പറ്റുമോ, കാരണം ഷെസ്നി ടെർ സ്റ്റെഗനും ഉള്ളപ്പോൾ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആവാൻ പറ്റുമോ എന്നുള്ളൊരു, അതുകൊണ്ട് അതായിരിക്കും പുള്ളിക്ക് വന്നിട്ടുണ്ടാവുന്ന ഒരു ഡൗട്ട്. കാര്യം പുള്ളിക്ക് പ്രീമിയർ ലീഗിൽ നിന്ന് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏഴ്സണൽ ചോദിച്ചു, ആസ്റ്റൺ വില്ല ചോദിച്ചു, മാൻ യുണൈറ്റഡ് ചോദിച്ചു, മാൻ സിറ്റി ചോദിച്ചു, ന്യൂ കാസിൽ ചോദിച്ചു, ബയർ ലെവർകൂസൻ ചോദിച്ചു. ഇവർ പലരുമായിട്ട് ലിങ്ക് വന്നിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ബാർസലോണയായിരുന്നു, ക്ലിയർ ആയിരുന്നു. പക്ഷെ പുള്ളിക്ക് എപ്പോഴും ഡൗട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ഫസ്റ്റ് ചോയ്സ് ആവുമോ അതോ സെക്കൻഡ് ചോയ്സ് ആയിട്ട് ഇരിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ അത് പേടിക്കണ്ട, ഹാൻസി ഫ്ലിക്ക് വിളിച്ചപ്പോൾ ആ ഡൗട്ടും പുള്ളിക്ക് തീർന്നതാണ്. അപ്പോൾ പുള്ളി പിന്നെ ഒരുപാട് ചിന്തിച്ചില്ല, ഇങ്ങ് വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ സൈനിങ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണുന്നത്. ഇത് ചിലപ്പോൾ ഒരു നല്ല ഭാവിയിലേക്കായിരിക്കും ഈ സൈനിങ് വരുന്നത്. പക്ഷെ നമ്മൾ ഹൈപ്പ് ചെയ്യുന്നില്ല. ലെറ്റ്സ് സീ. സോ ജോൺ ഗാർസിയ നെക്സ്റ്റ് വീക്കോട്ട് ഡീൽ ഡൺ ആവും. ഇപ്പോഴേ ഡീൽ ഡൺ ആണ്, പൈസ കൊടുത്താൽ മാത്രം മതി, അത് പൈസ കൊടുക്കും. സോ ജോൺ ഗാർസിയ, വെൽക്കം ടു FC ബാർസലോണ. സോ പറഞ്ഞ പോലെ ഇത് എൻ്റെ പുതിയ ചാനലാണ്, യോഗോ ബൊണീറ്റോ TV എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫുട്ബോൾ കണ്ടന്റ് ഇനി ഇടുന്നതായിരിക്കും. ആക്ച്വലി ഒരു ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ ഫുട്ബോൾ കണ്ടന്റ് വീഡിയോ ചെയ്യുന്നത്. എല്ലാ ട്രാൻസ്ഫർ വിൻഡോയും നമ്മൾ കവർ ചെയ്യാൻ നോക്കും. എല്ലാ ട്രാൻസ്ഫർ ന്യൂസും പുതിയ പ്ലെയേഴ്സിൻ്റെ കാര്യവും പിന്നെ മാച്ച് റിവ്യൂവും എല്ലാം ചെയ്യാനാണ് നമ്മുടെ വിചാരം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.